അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. എക്സ്പെരിമെൻറ്റ് നമ്പർ 8, മൾട്ടിപ്ലക്സർ ആൻഡ് ഡീമൾട്ടിപ്ലക്സർ. എയിം to construct 1x4 multiplexer and 4x1 demultiplexer using gates and to verify its truth table. അപ്പോൾ എട്ടാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറുമാണ്. മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സെലക്ടർ സ്വിച്ചാണ്. ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് സെലക്ട് ചെയ്ത് അത് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ മൾട്ടിപ്ലക്സർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ഡീമൾട്ടിപ്ലക്സറിനുള്ളത്. ഇനി നമുക്കതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് കിടക്കാം. ഇതാണ് 4x1 മൾട്ടിപ്ലക്സറിൻ്റെ ലോജിക്കൽ ഡയഗ്രം. ഇതിൽ 4 ഡിജിറ്റൽ ഇൻപുട്ടുകളുണ്ട്, D1, D2, D3, D4. ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ടാണുള്ളത് Y. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടായിരിക്കും ഔട്ട്പുട്ടിലേക്ക് എത്തുക. അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി 2 സെലക്ഷൻ ഇൻപുട്ട്സ് ഉണ്ട്, S1, S2. S1, S2 0, 0 ആണെങ്കിൽ ഒന്നാമത്തെ ഇൻപുട്ടായിരിക്കും ഔട്ട്പുട്ടിലെത്തുക. S1, S2 0, 1 ആണെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ടും, 1, 0 ആണെങ്കിൽ മൂന്നാമത്തെ ഇൻപുട്ടും, 1, 1 ആണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ഇൻപുട്ടും ആയിരിക്കും ഔട്ട്പുട്ടിലെത്തുക. ഈ സർക്യൂട്ടിൽ 2 നോട്ട് ഗേറ്റുകളുണ്ട്, 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റുകൾ 4 ഉണ്ട്, ഒരു 4 ഇൻപുട്ട് ഓർ ഗേറ്റും ഉണ്ട്. സാധാരണ ലാബുകളിൽ 4 ഇൻപുട്ട് ഓർ ഗേറ്റ് IC ലഭ്യമാകണമെന്നില്ല. അങ്ങനെ ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ICകളെ 4 ഇൻപുട്ട് ഓർ ഗേറ്റ് IC ആയി മാറ്റാൻ പറ്റും. അതിനായി സർക്യൂട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതൊരു 4 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ്. ഈ 4 ഇൻപുട്ട് ഓർ ഗേറ്റിനെ 2 ഇൻപുട്ട് ഓർ ഗേറ്റായി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 2 ഓർ ഗേറ്റുകൾ എടുക്കുന്നു. അപ്പോൾ 4 ഇൻപുട്ടുകൾ കാണും. ആ 2 ഓർ ഗേറ്റിൻ്റെയും ഔട്ട്പുട്ടുകൾ മറ്റൊരു ഓർ ഗേറ്റിലേക്ക് നൽകിയാൽ അപ്പോൾ ഈ കംപ്ലീറ്റ് സർക്യൂട്ട് 4 ഇൻപുട്ട് ഓർ ഗേറ്റിന് തുല്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ICയുടെ പിൻ ഡയഗ്രം നോക്കാം. 7404 നോട്ട് ഗേറ്റ് IC ആണ്. 6 നോട്ട് ഗേറ്റുകൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. 7432 ഓർ ഗേറ്റിൻ്റെ IC ആണ്. 4 ഓർ ഗേറ്റുകൾ ഈ ICക്കകത്തുണ്ട്. 7411 ഇതാണ് 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് IC. ഇതിൽ 3 ഇൻപുട്ടുകൾ ഓരോ ആൻഡ് ഗേറ്റിനുണ്ട്. 3 ഗേറ്റുകളാണ് ഈ ICക്കകത്തുള്ളത്. ഇനി ഈ ഓരോ ICകളും നമുക്ക് സെപ്പറേറ്റ്ലി ചെക്ക് ചെയ്യാം. ICകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. 4 ICകളും കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ 7404, സെക്കൻഡ് വൺ 7432, ദെൻ 7411 2 IC. 7411 എന്ന് പറയുന്നത് 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് IC ആണ്. ഒരു ICക്കകത്ത് 3 ഗേറ്റുകളാണുള്ളത്. നമ്മളുടെ എക്സ്പെരിമെൻറ്റിൽ 4 ഗേറ്റുകൾ ആവശ്യമുള്ളത് കൊണ്ട് 2 IC ആവശ്യമാണ്. ഓക്കെ, ആസ് യൂഷ്വൽ ICകളുടെ ലീഡ്സ് എല്ലാം തന്നെ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത ശേഷം അവയെല്ലാം ഇൻലൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴോ ഇൻലൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴോ ICകളുടെ ലീഡുകൾ ഒടിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലീഡുകൾ ഒടിയുകയാണെങ്കിൽ അവ ലാബിൽ നിന്ന് മാറ്റി വാങ്ങുകയാണ് പതിവ്. എന്നാൽ വീടുകളിലാണ് ഇത്തരം എക്സ്പെരിമെൻറ്റോ ഹോബി സർക്യൂട്ടോ ചെയ്യുന്നതെങ്കിൽ ICകളുടെ ലീഡുകൾ ഒടിഞ്ഞു പോവുകയാണെങ്കിൽ അവ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ മാർഗം ഉണ്ടാകണമെന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഒടിഞ്ഞ ലീഡുകളിൽ ഇത്തരം സിംഗിൾ സ്റ്റാൻഡ് വയറുകൾ സോൾഡർ ചെയ്ത് ഘടിപ്പിക്കാവുന്നതാണ്. അത്തരത്തിൽ ആ IC നമുക്ക് ഉപയോഗപ്രദമാക്കാം. അത്തരത്തിൽ ഉപകാരപ്രദമാക്കിയ ഒരു IC ആണിത്. ഈ ICയുടെ ഈ ലീഡ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് സോൾഡർ ചെയ്ത് നമ്മൾ ഒരു അഡീഷണൽ ലീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ലീഡുകൾ ഒടിഞ്ഞ എല്ലാ ICകളും ഉപയോഗയോഗ്യമാക്കാം. അത്തരത്തിലുള്ള മറ്റൊരു IC ആണിത്. ഒരു സൈഡിലെ മുഴുവൻ പിന്നുകളും ഒടിഞ്ഞു പോയൊരു IC ആണിത്. അതിൻ്റെ എല്ലാ ലീഡുകളും സിംഗിൾ സ്റ്റാൻഡ് വയർ വെച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതിനി സാധാരണ IC ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ICകളുടെ ലീഡ്സ് എല്ലാം തന്നെ ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, ICകളെല്ലാം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വയേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് എക്സസ് ലെങ്ത് കട്ട് ചെയ്യും. എല്ലാ വയേഴ്സും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ആ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിക്കുന്ന എല്ലാ ICകളും ചെക്ക് ചെയ്ത് അവ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഇനി നമുക്ക് ഓരോ ICകളുടെയും ഗേറ്റുകൾ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നോട്ട് ഗേറ്റ് IC പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോച്ച് ലെഫ്റ്റ് സൈഡിലാണെന്ന് ഉറപ്പുവരുത്താം. അതിനുശേഷം VCCയും ഗ്രൗണ്ടും നൽകാം.
ഇൻപുട്ടും ഔട്ട്പുട്ടും നൽകാം. സർക്യൂട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. VCC, ഗ്രൗണ്ട്, ഇൻപുട്ട്, ഔട്ട്പുട്ട്. സ്വിച്ച് ഓൺ ചെയ്യാം. 0 1 1 0. ഈ നോട്ട് ഗേറ്റ് ഓക്കെയാണ്. നെക്സ്റ്റ് നോട്ട് ഗേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. 0 1 1 0. കറക്റ്റ്. ഈ എക്സ്പെരിമെൻറ്റിന് 2 നോട്ട് ഗേറ്റ് മതി. അതുകൊണ്ട് നമ്മൾ 2 നോട്ട് ഗേറ്റ് ചെക്ക് ചെയ്യുന്നുള്ളൂ. അടുത്ത IC ചെക്ക് ചെയ്യാം. 7432. നോച്ച് ലെഫ്റ്റ് സൈഡിൽ ആയിരിക്കണം. VCCയും ഗ്രൗണ്ടും നൽകാം. ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്ട് ചെയ്യാം. കണക്ഷൻസ് വെരിഫൈ ചെയ്യാം. VCC, ഗ്രൗണ്ട്, ഇൻപുട്ട്, ഔട്ട്പുട്ട്. ഓക്കെ. സ്വിച്ച് ഓൺ ചെയ്യാം. 0 0 0 0 1 1 1 0 1 1 1 1. ഈ ഓർ ഗേറ്റ് ഓക്കെയാണ്. നെക്സ്റ്റ് ഓർ ഗേറ്റ് നോക്കാം. 0 0 0 0 1 1 1 0 1 1 1 1. രണ്ടാമത്തെ ഓർ ഗേറ്റും ഓക്കെയാണ്. മൂന്നാമത്തെ ഓർ ഗേറ്റ് ചെക്ക് ചെയ്യാം. 0 0 0 0 1 1 1 0 1 1 1 1. മൂന്നാമത്തെ ഓർ ഗേറ്റ് ഓക്കെയാണ്. നാലാമത്തെ ഓർ ഗേറ്റ് നോക്കാം. 0 0 0 0 1 1 1 0 1 1 1 1. നാലാമത്തെ ഗേറ്റ് ഓക്കെയാണ്. ഈ ICയിലെ എല്ലാ ഓർ ഗേറ്റുകളും ഓക്കെയാണ്. അടുത്തത് 7411 IC ചെക്ക് ചെയ്യാം. VCCയും ഗ്രൗണ്ടും നൽകാം. ഇൻപുട്ടും ഔട്ട്പുട്ടും നൽകാം. സ്വിച്ച് ഓൺ ചെയ്യാം. 0 0 0 ഔട്ട്പുട്ട് 0. എല്ലാ ഇൻപുട്ടുകളും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. ചെക്ക് ചെയ്യാം. 0 0 0 0 1 1 1 1 1 1. എല്ലാ ഇൻപുട്ടുകളും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് വരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആയാൽ ഔട്ട്പുട്ട് ഓഫ് ആകുന്നുണ്ട്. അതായത് 7411ൻ്റെ ഫസ്റ്റ് ഗേറ്റ് ഓക്കെയാണ്. സെക്കൻഡ് ഗേറ്റ് ചെക്ക് ചെയ്യാം. 0 0 0 0 1 0 1 1 0 1 1 1. ഓക്കെ. സെക്കൻഡ് ഗേറ്റും ഓക്കെയാണ്. തേർഡ് ഗേറ്റ് ചെക്ക് ചെയ്യാം. 0 0 0 0 1 0 1 1 0 1 1 1. ഓക്കെ. ഫസ്റ്റ് 7411 ICയുടെ എല്ലാ ഗേറ്റുകളും ഓക്കെയാണ്. സെക്കൻഡ് IC ചെക്ക് ചെയ്യാം. സെക്കൻഡ് IC ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എല്ലാ ലീഡ്സും സോൾഡർ ചെയ്തെടുത്ത ഈ IC ആണ്. ഈ IC വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. VCCയും ഗ്രൗണ്ടും നൽകിയിട്ടുണ്ട്. ഇൻപുട്ടുകളും ഔട്ട്പുട്ടും നൽകിയിട്ടുണ്ട്. ചെക്ക് ചെയ്യാം. 1 0 1 1 0 1 1 1. ഓക്കെ. ഫസ്റ്റ് ഗേറ്റ് ഓക്കെയാണ്. സെക്കൻഡ് ഗേറ്റ് ചെക്ക് ചെയ്യാം. 0 0 0 0 1 0 1 1 0 1 1 1 ഹൈ. സെക്കൻഡ് ഗേറ്റ് ഓക്കെയാണ്. തേർഡ് ഗേറ്റ് ചെക്ക് ചെയ്യാം. 0
000 10 110 111. ഓക്കെ, തേർഡ് ഗേറ്റും ഓക്കെയാണ്. ഓക്കെ, എല്ലാ ഗേറ്റുകളും ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സർക്യൂട്ട് അസംബിൾ ചെയ്യാം. ഐസികളെല്ലാം പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാം. എല്ലാ ഐസികളുടെയും നോച്ച് ലെഫ്റ്റ് സൈഡിലായിരിക്കണം. സപ്ലൈ നൽകാം. എല്ലാ ഐസികൾക്കും VCCയും ഗ്രൗണ്ട് നൽകിയിട്ടുണ്ട്. ഇനി സെലക്ടർ സ്വിച്ചിൻ്റെ ഇൻപുട്ട് നൽകാം. സെലക്ടർ സ്വിച്ചിൽ നിന്ന് ഔട്ട്പുട്ട് NAND ഗേറ്റിലേക്ക് നൽകാം. ഓക്കെ, സർക്യൂട്ടെല്ലാം അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് വെരിഫൈ ചെയ്യാം. സർക്യൂട്ട് അല്പം കോംപ്ലക്സ് ആണ്, എങ്കിലും എല്ലാ സർക്യൂട്ടുകളും പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ സ്വിച്ച് ഓൺ ചെയ്യാവുള്ളൂ. പവർ സപ്ലൈ നോക്കാം. VCC എല്ലാ ഐസികൾക്കും ഉണ്ട്. ഗ്രൗണ്ട് എല്ലാ ഐസികൾക്കും ഉണ്ട്. സെലക്ഷൻ സ്വിച്ച് S0 S1 അത് നോട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് 3 ഇൻപുട്ട് AND ഗേറ്റ് ഐസികളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ഇൻപുട്ടുകൾ D1 D2 D3 D4. AND ഗേറ്റ് ഐസിയുടെ ഔട്ട്പുട്ട് OR ഗേറ്റ് ഐസിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് Y. അപ്പോൾ ഇതാണ് Y. D1 D2 D3 D4 S1 S2. ഇനി ഇത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്നതിന് മുമ്പായി ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് നമ്മൾ ടേബിളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ടേബിൾ. സെലക്ട് ഇൻപുട്ട്, ഡേറ്റ ഇൻപുട്ട്സ്, ദെൻ ഔട്ട്പുട്ട്. S1 S2 എന്ന് പറഞ്ഞ 2 സെലക്ഷൻ ഇൻപുട്ടുകളുണ്ട്. D1 D2 D3 D4 4 ഡേറ്റ ഇൻപുട്ടുകളുണ്ട്. Y എന്ന് പറയുന്ന ഡേറ്റ ഔട്ട്പുട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്യുന്നു. അതിനുശേഷം കിറ്റ് ഓൺ ചെയ്യാം. സെലക്ഷൻ ഇൻപുട്ട് 0 ആണെങ്കിൽ D1 ആയിരിക്കും ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. D1 0 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് 0. D1 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കണം. ചെക്ക് ചെയ്യാം. D1 1 ഔട്ട്പുട്ട് 1. ഓക്കെ, മറ്റ് ഇൻപുട്ടുകളൊന്നും തന്നെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. D2 D3
D4. D2, D3, D4 ഒന്നും തന്നെ ഔട്ട്പുട്ടിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് 0, 1. 0, 1ൽ സെക്കൻഡ് ഇൻപുട്ടായ D2 ആണ് ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ D2 0 ആണ്, ഔട്ട്പുട്ട് 0 ആണ്. D2 1 ആക്കാം, ഔട്ട്പുട്ട് 1. ഓക്കെ, കറക്റ്റാണ്. മറ്റ് ഇൻപുട്ടുകൾ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. D1, D3, D4. മറ്റ് ഇൻപുട്ടുകളൊന്നും തന്നെ ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് 1, 0. 1, 0 ആകുമ്പോൾ D3 ആണ് ഔട്ട്പുട്ടിലെത്തേണ്ടത്. D3 ഇപ്പോൾ 0 ആണ്, ഔട്ട്പുട്ട് 0 ആണ്. 1 ആക്കാം, ഔട്ട്പുട്ട് 1 ആയിട്ടുണ്ട്. മറ്റ് ഇൻപുട്ടുകളൊന്ന് നോക്കാം. D1, D2, D4. ഔട്ട്പുട്ടിൽ ഒരു മാറ്റമില്ല. ലാസ്റ്റ് 1, 1. D4 ആണ് ഔട്ട്പുട്ടിൽ വരേണ്ടത്. D4 0 ആണ്, ഔട്ട്പുട്ട് 0. D4 1, ഔട്ട്പുട്ട് 1. മറ്റ് ഇൻപുട്ടുകളൊന്ന് നോക്കാം. D1, D2, D3. ഒരു ഇൻപുട്ടുകളും ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് 4x1 മൾട്ടിപ്ലക്സറിൻ്റെ സർക്യൂട്ട്. ഓക്കെ, ഇനി നമുക്ക് ഡി മൾട്ടിപ്ലക്സറിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് ഡി മൾട്ടിപ്ലക്സറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇത് മൾട്ടിപ്ലക്സറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ്. ഒരു ഇൻപുട്ടും ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ടും ഉണ്ട്. നൽകുന്ന ഇൻപുട്ട് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കും. അത് ഏത് ഔട്ട്പുട്ടിൽ വേണം എന്നുള്ളത് സെലക്ഷൻ സ്വിച്ചിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. സെലക്ഷൻ സ്വിച്ച് 0, 0 ആണെങ്കിൽ ഇൻപുട്ട് ഫസ്റ്റ് ഔട്ട്പുട്ടിലായിരിക്കും ലഭ്യമാവുക. 1, 0 ആണെങ്കിൽ സെക്കൻഡ് ഔട്ട്പുട്ടിലായിരിക്കും ഇൻപുട്ട് ലഭ്യമാവുന്നത്. 0, 1 ആണെങ്കിൽ മൂന്നാമത്തെ ഔട്ട്പുട്ടിലും 1, 1 ആണെങ്കിൽ നാലാമത്തെ ഔട്ട്പുട്ടിലും നമുക്ക് ഇൻപുട്ട് ലഭ്യമാവും. ഓക്കെ, ഡി മൾട്ടിപ്ലക്സറിൻ്റെ ഈ സർക്യൂട്ടിന് മൾട്ടിപ്ലക്സറിൻ്റെ സർക്യൂട്ടുമായി വളരെയധികം സാമ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത മൾട്ടിപ്ലക്സർ സർക്യൂട്ട് ഡി മൾട്ടിപ്ലക്സറിന് വേണ്ടി മോഡിഫൈ ചെയ്താൽ മതി. എന്താണ് മോഡിഫിക്കേഷൻ നോക്കാം. ഡി മൾട്ടിപ്ലക്സറിന് ഒരു ഇൻപുട്ടേ ഉള്ളൂ. അതായത് മൾട്ടിപ്ലക്സറിൻ്റെ എല്ലാ ഇൻപുട്ടുകളും ഷോർട്ട് ചെയ്ത് ഒരു ഇൻപുട്ടാക്കി മാറ്റാം. ഡി മൾട്ടിപ്ലക്സറിന് 4 ഔട്ട്പുട്ടുകളുണ്ട്. അതായത് 4 ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടുകൾ സെപ്പറേറ്റ് ചെയ്താൽ ഡി മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ടായി മാറും. ഓക്കെ, ഇനി നമുക്ക് സർക്യൂട്ട് മോഡിഫൈ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലക്സർ സർക്യൂട്ട് നമ്മൾ ഡി മൾട്ടിപ്ലക്സർ സർക്യൂട്ടാക്കി മാറ്റിയിട്ടുണ്ട്. സർക്യൂട്ട് ഡയഗ്രാം ഒന്നും കൂടെ വെരിഫൈ ചെയ്യാം. VCC, ഗ്രൗണ്ട്, ദെൻ സെലക്ഷൻ സ്വിച്ച് S1, S2. അതിൻ്റെ ഔട്ട്പുട്ട് ആൻഡ് ഗേറ്റ് ICയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗേറ്റ് ICയുടെ ഇൻപുട്ടുകളെല്ലാം തന്നെ ഷോർട്ട് ചെയ്ത് ഒരു സിംഗിൾ പോയിൻ്റ് ആയിട്ടുണ്ട്. അതാണ് ഡാറ്റ ഇൻപുട്ട് D. ദെൻ ആൻഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് സെപ്പറേറ്റ് ആയിട്ട് LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഔട്ട്പുട്ട്സ് Y1, Y2, Y3, Y4. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് ഡി മൾട്ടിപ്ലക്സറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ടേബിൾ എടുക്കാം. ഇതിൽ സെലക്ട് ഇൻപുട്ട്സ് വാല്യൂസ് ഉണ്ട്, ഇൻപുട്ട് ഡാറ്റ ഉണ്ട്, ഡാറ്റ ഔട്ട്പുട്ട്സും ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ചെക്ക് ചെയ്യാം. എല്ലാ സ്വിച്ചുകളും ഓഫാണ്. കിറ്റ് ഓൺ ചെയ്യാം. സെലക്ട് ഇൻപുട്ട് 0, 0. സെലക്ട് ഇൻപുട്ട് 0, 0 ആണെങ്കിൽ ഇൻപുട്ട് വാല്യൂ Y1ലായിരിക്കും അവൈലബിൾ ആവുന്നത്. ഇൻപുട്ട് 0 ആണ്, ഔട്ട്പുട്ടിൽ 0 ലഭിച്ചിട്ടുണ്ട്. ഇൻപുട്ട് 1 ആക്കാം, ഔട്ട്പുട്ട് 1 ആയിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റാണ്. ദെൻ നെക്സ്റ്റ് 0, 1 എന്താണ്? Y2ലായിരിക്കും ഔട്ട്പുട്ട് വരിക. ഇപ്പോഴത്തെ 0 Y2ൽ വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യാം. 1 ആകുമ്പോൾ ഔട്ട്പുട്ടും 1 ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് 1, 0. 1, 0 ആണെങ്കിൽ മൂന്നാമത്തെ ഔട്ട്പുട്ടിലായിരിക്കും ഇൻപുട്ട് വരിക. മൂന്നാമത്തെ ഔട്ട്പുട്ടിൽ ഇപ്പോഴത്തെ ഇൻപുട്ട് 0 വന്നിട്ടുണ്ട്. 1 ആകുമ്പോൾ കറക്റ്റ് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ദെൻ 1, 1 ലാസ്റ്റ് കണ്ടീഷൻ 1, 1 ആണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ഔട്ട്പുട്ടിലായിരിക്കും ഇൻപുട്ട് വരുന്നത്. നാലാമത്തെ ഔട്ട്പുട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. 0 ആണ്, 0. ഇനി 1 കൊടുത്തു നോക്കാം. 1 ഔട്ട്പുട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡി മൾട്ടിപ്ലക്സറിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇനി ഈ വാല്യൂസ് എല്ലാം തന്നെ ഒബ്സർവേഷനിലേക്ക് എഴുതണം. ഒബ്സർവേഷൻ ടേബിൾ മൾട്ടിപ്ലക്സറിനും ഡി മൾട്ടിപ്ലക്സറിനും സെപ്പറേറ്റ് കോളംസ് ഉണ്ട്. എന്താണ് മൾട്ടിപ്ലക്സറിൽ
ഒബ്സർവ് ചെയ്ത് അത് മൾട്ടിപ്ലക്സറിൻ്റെ കോളത്തിലും ഡി മൾട്ടിപ്ലക്സറിൽ ഒബ്സർവ് ചെയ്ത് ഡി മൾട്ടിപ്ലക്സറിൻ്റെ കോളത്തിലും എഴുതാം. 8ാമത്തെ എക്സ്പെരിമെൻ്റായ മൾട്ടിപ്ലക്സർ ആൻഡ് ഡി മൾട്ടിപ്ലക്സർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എക്സ്പെരിമെൻറ്റുമായി ഞാൻ വീണ്ടും വരാം. ഓക്കെ.